അഡോൾഫ് ഹിറ്റ്ലർ. ലോകരാഷ്ട്ര ചരിത്രങ്ങളെപ്പറ്റി അറിയുന്ന ഏതൊരു വ്യക്തിക്കും പരിചിതമായിട്ടുള്ള ഒരു പേരാണിത്. ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ അമരത്തിരുന്നുകൊണ്ട് അയാൾ പ്രവർത്തിച്ച കൊടും ക്രൂരതകളെപ്പറ്റി ഒരുപാട് വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞു പരിചയമുള്ളവരായിരിക്കും നമ്മളിൽ പലരും. ക്രാന്തദർശിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവെന്ന ലേബലിൽ ജർമ്മൻ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഹിറ്റ്ലർ അവിടുന്ന് പിന്നെ പരമോന്നത ജർമ്മനിയുടെ ഒരു ഏകഛത്രാധിപതിയായി മാറാൻ കുറച്ച് സമയം മാത്രമാണ് വേണ്ടി വന്നത്. വംശശുദ്ധിയില്ലാത്തവരും ആര്യന്മാരുടെ വംശത്തിന് വൻ ഭീഷണിയാകും എന്ന എഴുതാപ്പുറത്തിൻ്റെ പേരിൽ അയാളുടെ കൽപ്പനയിൽ 6 മില്യൺ ജൂതന്മാരെയാണ് കൊന്നുകളഞ്ഞത്. പക്ഷേ പിന്നീട് ഒട്ടുമിക്ക ഏകാധിപതികളെയും പോലെ തന്നെ ഹിറ്റ്ലറുടെ പതനവും ചരിത്രത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ഹിറ്റ്ലർ തന്നെ തുടങ്ങിവെച്ച 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം സോവിയറ്റ് റഷ്യയിലെ ഭടന്മാർ ബെർലിനിലേക്ക് ഇരച്ചു കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഹിറ്റ്ലർ ഇനിയും രക്ഷയില്ല, രക്ഷപ്പെടാൻ ഇനി മരണമല്ലാതെ മറ്റേ മാർഗമില്ല എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ മരണത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കവിഷയമായിട്ടുള്ള 2 സംഭവങ്ങളുണ്ട്. ഹിറ്റ്ലർ അയാളുടെ ജീവിതത്തിൽ 2 തവണ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഈ 2 തവണയും മരണത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ മരണം 2 തവണ അയാളെ തേടിയെത്തിയ കാലത്ത് അയാൾ ഒരു ഭരണാധികാരിയോ ഒരു രാഷ്ട്രീയ നേതാവോ ഒന്നുമായിട്ടില്ല. എന്നാൽ ഹിറ്റ്ലറുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറെ സംസാര വിഷയമായിട്ടുള്ള 2 സംഭവങ്ങളെ പറ്റിയാണ് ഇനിയും വിവരിക്കാൻ പോകുന്നത്. ഹിറ്റ്ലറുടെ ജീവചരിത്രത്തെപ്പറ്റി അറിയാവുന്ന പലർക്കും ഒരുപക്ഷെ ഈ 2 സംഭവങ്ങളെപ്പറ്റി അറിയാൻ യാതൊരു വഴിയും ഉണ്ടായിരിക്കുകയില്ല. ഹിറ്റ്ലറെ ആദ്യം മരണം തേടിയെത്തുന്നത് അയാളുടെ 5ാമത്തെ വയസ്സിലാണ്. അന്ന് ഓസ്ട്രിയയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള പാസിയുവിൽ ഹിറ്റ്ലറും കുടുംബവും താമസിച്ചു വരികയാണ്. അന്ന് ഈ പാസിയുവിൽ മഞ്ഞുകാലമാണ്. മഞ്ഞിൻ്റെ കാഠിന്യം കൊണ്ട് അവിടുത്തെ നദീ തടാകങ്ങളെല്ലാം തന്നെ മഞ്ഞു മൂടപ്പെട്ട് ഐസ് പാളികളായിട്ട് കിടക്കുകയാണ്. 5 വയസ്സുണ്ടായിരുന്ന ഹിറ്റ്ലർ ഈ പാളികളുടെ മുകളിൽ കൂടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ പാളികളിൽ ഒരെണ്ണം പൊട്ടി ഹിറ്റ്ലർ ഈ തടാകത്തിലെ വെള്ളത്തിലേക്ക് വീഴുന്നു. വെള്ളത്തിൽ കിടന്ന് ആ പയ്യൻ കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി. ആൾ കൂടാൻ തുടങ്ങി. പെട്ടെന്ന് ഈ ആളുകൾക്കിടയിൽ ഒരു 12 വയസ്സുണ്ടായിരുന്ന ഒരു പയ്യൻ ഈ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുകയും ഹിറ്റ്ലറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പല ചരിത്രകാരന്മാരും ഇങ്ങനൊരു സംഭവം ഹിറ്റ്ലറുടെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണം ഹിറ്റ്ലർ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ല. സ്വന്തം ആത്മകഥയിൽ പോലും അദ്ദേഹം ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി പറയുന്നില്ല. ഇങ്ങനൊരു സംഭവത്തിൻ്റെ റെഫറൻസ്, ഇതിൻ്റെ ആദ്യ അറിവ് കിട്ടുന്നത് അന്ന് ഹിറ്റ്ലറെ രക്ഷപ്പെടുത്തിയ ആ 12 വയസ്സുള്ള പയ്യൻ പിന്നീട് വളർന്നു വലുതായപ്പോൾ ആ സ്ഥലത്ത് ഒരു പുരോഹിതനാവുകയുണ്ടായി. അന്ന് അയാളുടെ ഇടവകയിലെ അയാളുടെ ബന്ധുവായിരുന്ന ഒരു വൈദികൻ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. ഈ വൈദികനാണ് അന്ന് രക്ഷപ്പെട്ട ആ 6 വയസ്സുള്ള പയ്യൻ അഡോൾഫ് ഹിറ്റ്ലർ ആണെന്നുള്ള വാദം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആകെയുള്ള റെഫറൻസും ഇത് മാത്രമാണ്. ഇനി ഹിറ്റ്ലറുടെ ജീവിതത്തിൽ 2ാമത് അയാൾ മരണത്തെ ഫേസ് ചെയ്യുന്നത് അയാൾ ജർമ്മൻ പട്ടാളത്തിലായിരുന്ന കാലത്താണ്. അത് 1ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമായിരുന്നു. ജർമ്മനിക്ക് ആവശ്യത്തിലധികം പട്ടാളക്കാരെ വേണ്ട സമയം. അതുകൊണ്ട് തന്നെ നിർബന്ധിത സൈനിക സേവനം നടത്തി അവർ നിരവധി ചെറുപ്പക്കാരെ അന്ന് പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. അന്ന് റിക്രൂട്ട് ചെയ്തവരിൽ അഡോൾഫ് ഹിറ്റ്ലറും ഉണ്ടായിരുന്നു. വർഷം 1918, 1ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന സമയം. അന്ന് ജർമ്മനിക്ക് കീഴിലായിരുന്ന ഒരു ഫ്രഞ്ച് കോളനിയുടെ സംരക്ഷണത്തിനായിട്ട് ഒരു ബറ്റാലിയൻ ജർമ്മൻ പട്ടാളക്കാരെ അവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അന്ന് പോസ്റ്റ് ചെയ്ത പട്ടാളക്കാരിൽ ഹിറ്റ്ലറും ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ ഈ സ്ഥലത്തേക്ക് ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്നു. അന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരിലെ ഒരു പ്രൈവറ്റ് ആയിരുന്ന ഹെൻറി ടെൻഡെ എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന കഥാപാത്രമായി മാറുന്നുണ്ട്. ഇദ്ദേഹത്തെ പിന്നീട് ലോകം വിശേഷിപ്പിച്ചത് ദ മാൻ ഹൂ സ്പെയർഡ് ഹിറ്റ്ലർസ് ലൈഫ്, അഥവാ ഹിറ്റ്ലറെ വെറുതെ വിട്ട മനുഷ്യൻ എന്നാണ്. അസാമാന്യ ധീരത കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്നും വിക്ടോറിയ ക്രോസ് ഉൾപ്പെടെയുള്ള ബഹുമതികൾ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ഹെൻറി ടെൻഡെ. ഇയാളുടെ ധീരത ആസ്പദമാക്കി ഒരു പെയിന്റിംഗ് വരെ അന്ന് കമ്മീഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് സൈന്യവും ജർമ്മൻ സൈന്യവും ഫ്രഞ്ച് കോളനിയുടെ അതിർത്തിയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു. ഈ പോരാട്ടത്തിൽ നിരവധി ജർമ്മൻ പട്ടാളക്കാർ മരിച്ചു പോകുന്നു. കുറേയധികം പേർക്ക് പരിക്ക് പറ്റുന്നു. കുറച്ച് പേര് ഓടിപ്പോകുന്നു. പരിക്ക് പറ്റിയവരുടെ കൂട്ടത്തിൽ ഹിറ്റ്ലറും ഉണ്ടായിരുന്നു. ഈ പരിക്ക് പറ്റിയ ജർമ്മൻ സൈനികരെ തേടിപ്പിടിച്ച് ബ്രിട്ടീഷ് സൈനികർ കൊല്ലുന്നത് ഹിറ്റ്ലർ കാണുന്നു. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിറ്റ്ലർ ആവുന്നിടത്തോളം അവിടുന്ന് എണ്ണീക്കുന്നു. തിരിഞ്ഞോടാൻ ശ്രമിക്കവേ ഹിറ്റ്ലർ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ്റെ കണ്ണിൽപ്പെടുന്നു. ആ പട്ടാളക്കാരൻ മറ്റാരുമല്ല, നമ്മൾ മുൻപ് പറഞ്ഞ ഹെൻറി ടെൻഡെ ആയിരുന്നു. ഹിറ്റ്ലറെ കണ്ടപാടെ തന്നെ ടെൻഡെ തൻ്റെ തോക്കെടുത്ത് ഹിറ്റ്ലർക്ക് നേരെ ഉന്നം പിടിക്കുന്നുണ്ട്. നിസ്സഹായനായ ഹിറ്റ്ലർക്ക് ഈ സമയം ടെൻഡെ ഒരു നിറയൊഴുക്കുകയാണെങ്കിൽ അത് നെഞ്ചിലേറ്റ് വാങ്ങി മരണം വരിക്കാന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്ത് കാരണം കൊണ്ടാണെന്ന് ഇന്നും അറിയില്ല. പക്ഷേ ഹെൻറി ടെൻഡെ ആ ജർമ്മൻ പട്ടാളക്കാരനെ വെടിവെക്കുന്നില്ല.
അതുമാത്രമല്ല തോക്ക് പതുക്കെ താഴ്ത്തിയ ശേഷം കണ്ണുകൊണ്ട് അയാളോട് രക്ഷപ്പെട്ടോളാൻ ആംഗ്യവും കാണിക്കുന്നു. കുറച്ചു നേരം അയാളെ സംശയപൂർവ്വം നോക്കി നിന്ന ശേഷം ഹിറ്റ്ലർ പതുക്കെ വേച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ആ ജർമ്മൻ പട്ടാളക്കാരൻ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഹെൻറി തിരിച്ച് തൻ്റെ ടീമിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനൊരു സംഭവം ഹിറ്റ്ലറുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വാദിക്കുന്ന ഹിസ്റ്റോറിയൻസുമുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഈ ഒരു സംഭവം ശരിവെക്കുന്ന ഒരു റെഫറൻസ് ഹിറ്റ്ലറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അധികാരത്തിലേറിയ ശേഷം ഹിറ്റ്ലർ ഒരിക്കൽ ബ്രിട്ടനിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നു, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി. ആ സമയത്ത് നമ്മൾ മുൻപ് പറഞ്ഞ ഹെൻറി ടെൻഡയുടെ ധീരത ആസ്പദമാക്കി കമ്മീഷൻ ചെയ്ത ഒരു പെയിന്റിങ് അവിചാരിതമായിട്ട് ഹിറ്റ്ലർ കാണുകയുണ്ടായി. അന്ന് ഈ പെയിന്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹെൻറി ടെൻഡെ പറ്റിയും അയാളുടെ സേവനങ്ങളെപ്പറ്റിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹിറ്റ്ലറോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തന്നെ ഒരു ബ്രിട്ടീഷ് പടൻ കൊല്ലാതെ വെറുതെ വിട്ടിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തോട് പറയുന്നു. കേട്ടിടത്തോളം അത് ഹെൻറി ടെൻഡെ ആകാനാണ് സാധ്യത എന്നും കൂടി ഹിറ്റ്ലർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സൈന്യത്തിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം ഒരിക്കൽ ഹെൻറിയും താൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരു ജർമ്മൻ ഭടനെ വെറുതെ വിട്ടിട്ടുണ്ടെന്നും എന്നാൽ അത് ഹിറ്റ്ലർ ആണോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് സംഭവങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് പിന്നീടുള്ള ഹിസ്റ്റോറിയൻസ് ഒരു നിഗമനത്തിലെത്തിയത് അന്ന് ഹെൻറി വിട്ടയച്ചത് ഒരുപക്ഷെ ഹിറ്റ്ലറെ ആകാനാണ് സാധ്യത എന്നാണ്. അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹിറ്റ്ലർക്ക് നേരെ നിരവധി വധഭീഷണികളും വധശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അധികാരത്തിന്റെ തണലിൽ അയാൾ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളുടെ പേരിൽ മാത്രമായിരുന്നു. അധികാരത്തിന്റെ തണലില്ലാത്ത കാലത്ത് അയാൾ ഇത്തരത്തിൽ മരണത്തിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ടത് വിധി തന്നെയാണ്. അത് പക്ഷേ അയാളുടെ വിധിയായിരിക്കും, അല്ലെങ്കിൽ പിൽക്കാലത്ത് അയാൾ കൊന്നൊടുക്കിയ കുറേയധികം പാവം മനുഷ്യരുടെ വിധിയായിരിക്കും.